നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ പരിപൂർണനാണെന്നുള്ളതിന് നമ്മൾ പറയാറുണ്ട് സുന്ദരൻ, സുമുഖൻ, സൽഗുണ സമ്പന്നൻ എന്ന്. അതിലേറെ സർവകലാ വല്ലഭൻ, സംഗീതജ്ഞൻ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രീ അനൂപ് വെള്ളാറ്റഞ്ഞു. നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞതാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയി എന്നുള്ളത്. പല കാരണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ പറയുന്ന കാരണങ്ങളായിരിക്കില്ല യഥാർത്ഥ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, അവൻ്റെ ജീവിതം എൻ്റെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണെന്ന്. ഒരിക്കലും അല്ല. അതിനകത്ത് തുറക്കാതിരിക്കുന്ന 3-4 പേജുകൾ കാണും. അതിലായിരിക്കും ആ വ്യക്തിയുടെ യഥാർത്ഥ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് പ്രകൃതി തന്നെ മാറ്റിക്കളയും. അപ്പൊ ഞാൻ അതിനകത്തേക്കല്ല പോകുന്നത്. ഒരു വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ നിന്ന് ഒത്തിരിയേറെ പേർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഇത്രയും പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒത്തിരിയേറെ പേരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇത് ഒത്തിരിയേറെ പേർ അറിയപ്പെട്ടു, ഒത്തിരിയേറെ ദുഃഖിച്ചു അതില്. പക്ഷെ അറിയാതെ പോകുന്നവരുണ്ട്, മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാനൊന്ന് പറഞ്ഞു വരുന്നത്. നമ്മുടെ സമൂഹം ഒന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തി സന്തോഷിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ വ്യക്തി ഒത്തിരി സന്തോഷത്തിൽ ജീവിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഒത്തിരിയേറെ പേരോട് തമാശ പറഞ്ഞ് കലപില പറഞ്ഞ് നടക്കുന്നു എന്ന് കരുതി ആ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ കുത്തി നോവിക്കാനൊന്നും പോകുന്നും വേണ്ട. ചിലപ്പോൾ ആ വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ശൂന്യത അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കും ഒത്തിരിയേറെ സന്തോഷിച്ച് ഒത്തിരിയേറെ സംസാരിച്ച് നടക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ജീവിതത്തിൽ ഒത്തിരിയേറെ ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവിടെ വരെ എത്തിയത്. പലപ്പോഴും അദ്ദേഹത്തിന് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു പെർഫെക്ഷന് വേണ്ടി ഒത്തിരിയേറെ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉണ്ട്. അവരെന്ത് പ്രശ്നം വന്നാലും തുറന്ന് സംസാരിക്കൊന്നുമില്ല. അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് തീ തിന്ന് അവർ തന്നെ ഉരുകി ജീവിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ അങ്ങനെയല്ല. അയൽവക്കത്തായാലും എന്തെങ്കിലും പറഞ്ഞ് അവരവരുടെ ഒരു ടെൻഷൻ തീർക്കും. ഞാനപ്പോൾ പറഞ്ഞു വന്ന 2-3 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ തന്നെ ആർജിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കുക. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇനി ഇതിന് വേറെ സൊല്യൂഷനൊന്നുമില്ല, ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു മാനസികാരോഗ്യത്തിന്റെ ലക്ഷണമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ്. അതുകൂടാതെ ഒരു സ്കില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഒരു പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈശ്വരനോട് തുറന്നു പറഞ്ഞ് കരയാലോ, അല്ലെങ്കിൽ നമുക്കൊരു കടലാസിൽ എഴുതി ഒന്ന് കത്തിച്ചു കളയാലോ. അതൊക്കെ നമ്മളുടെ ഒരു റിലീഫിന് സാധ്യതയാവും. നമ്മളൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് ഒരു ഡോക്ടറാണെന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ അടുത്തുള്ള ഒരു പുഴയിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി പുഴയിൽ വീണ് മുങ്ങി താഴുകയാണ്, ജീവന് വേണ്ടി കരയാണ് അദ്ദേഹം. അപ്പൊ ഒരു ഡോക്ടർ വന്ന് രക്ഷിക്കണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ വരട്ടെ എന്നൊന്നുമില്ല. അവിടെ ഒരു മനുഷ്യന്റെ ജീവന്റെ വില അറിയുന്നവൻ ചാടിയിരിക്കുക വെള്ളത്തിൽ, അവനെ രക്ഷിച്ച് എങ്ങനെയെങ്കിലും കരയ്ക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ലുക്ക്, ലിസൺ, ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മനക്കണ്ണ് തുറന്ന് കാണുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ആകാശം മേഘാവൃതമാണെങ്കിൽ അത് പെയ്തൊഴിഞ്ഞാലാണ് ഭൂമിയിൽ പ്രകാശം വരികയുള്ളൂ അല്ലെങ്കിൽ വെളിച്ചം വീശിയുള്ളൂ. അതുപോലെ പല വ്യക്തികളും നമ്മളൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ എന്താണ് മുഖം വല്ലാതെ ഇരിക്കണേ, വയ്യ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്, ആ വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്തോ മുഖം വാടിയിരിക്കുന്നു അല്ലെങ്കിൽ കരുവാളിച്ചിരിക്കുന്നു, വയ്യായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ട്. അതങ്ങോട്ട് പെയ്തൊഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം തീരാവുന്നതുള്ളൂ. അപ്പൊ നമ്മൾ ആ വ്യക്തിനെ കാണുക, നമ്മളൊരു വ്യക്തിയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ മുൻവിധിയില്ലാതെ, നീ അന്ന് അങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ഇങ്ങനെ വന്നേ, അങ്ങനെയല്ല. സുഹൃത്തെ, നീ പറഞ്ഞോളൂ, നിന്നെ ഞാൻ കേൾക്കും, ഇതാരോടും ഞാൻ പറയില്ല, നീ പറഞ്ഞ് നിന്റെ വിഷമങ്ങൾ എൻ്റെ മുൻപിൽ ഇറക്കി വെക്കുക എന്നുള്ള ധൈര്യം തന്നെ നമ്മളെ വ്യക്തിക്ക് കൊടുക്കുക. അടുത്തതാണ് ലിങ്ക്. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു വ്യക്തി പല പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങി
പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആത്മഹത്യ പ്രവണത എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. നമ്മളതിന് തീർച്ചയായിട്ടും മരുന്നെടുത്ത് ചികിത്സ തേടേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഒരു സൈക്യാട്രിക് വിദഗ്ധന്റെ അടുത്തേക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത്. അതുകൂടാതെ എന്നാൽ ഒരു കുട്ടിക്ക് ഒരു മാത്സ് പഠിക്കണതിന് ബുദ്ധിമുട്ടാണ്, എന്നാൽ അവനെ സൈക്യാട്രിക്കിനല്ല ലിങ്ക് ചെയ്യേണ്ടത്, അവൻ നമ്മളൊരു അധ്യാപകനെ ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു കരിയർ ഗൈഡൻസ് ആണ് ഒരു കുട്ടിക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന ഒരു വ്യക്തിയിലേക്ക് ലിങ്ക് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ കാണുന്നു, നന്നായി കേൾക്കുന്നു, അതിനനുസരിച്ച് ആ വ്യക്തിയെ ലിങ്ക് ചെയ്യുന്നു, യഥാർത്ഥ സ്ഥലത്തേക്കാണ് ഫോർവേഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത് അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരാൾക്കൊരു സമാധാനം നമ്മൾ കൊടുക്കുക, നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തിക്ക് നമുക്കൊരു സമാധാനം കൊടുക്കാൻ സാധിച്ചാൽ അതൊക്കെ മതി നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക.